ഹലോ ഇന്ന് ഡെലിവറി ആക്കാം. ഓക്കെ ഞാൻ വിളിക്കാം. അഖില ഇവിടെ നടന്ന ഫാഷനോടെ പോയി. ഞാൻ നേരെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ രാത്രി കണ്ടതാണല്ലോ. എടാ ഷോറൂമിൽ നിന്ന് ഫാഷന് കാണാതെ എടാ. സാറേ ഒരു അബദ്ധം പറ്റി. നീ അറിയാതെ ഒരു വണ്ടി വിറ്റോ? എനിക്കറിയാം ഇത്തവണത്തെ ടാർഗറ്റ് മൂഞ്ചി അല്ലേ? ഇല്ല സാർ, നമ്മുടെ ഷോറൂമിൽ നിർത്തിയിട്ട് ഒരു വണ്ടി കാണാനില്ല. കൂട്ടിയിട്ടിരുന്നു നമ്മുടെ ഷോറൂമിൽ വണ്ടി കാണാതെ. ഇന്നലെ വൈകുന്നേരം ഞാൻ പോകുമ്പോൾ വണ്ടി നടന്നു, രാവിലെയാണ് കാണാതെ. എനിക്ക് ഇപ്പൊ തന്നെ CCTV കാണാം. ഓപ്പറേറ്റർ വിളിക്കേ. ശരി സാർ. ഇവിടെ ഒരു മിനിറ്റ്. ഇന്നലെ രാത്രി ആരായിരുന്നു നൈറ്റ് ഡ്യൂട്ടി? സുമരനാണ് സാർ. ആരോടെ എന്നെ ഒന്ന് കാണാൻ പറയാം. സാർ ആരെന്തായാലും ലീവ് ആയിരുന്നു, ഉച്ചക്കശേ വരുള്ളൂ. എടി ഇന്നലെ രാവിലെ ഒരു പയ്യനെ നമ്മുടെ ഫാസിന് വണ്ടിന് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നീ കണ്ടായിരുന്നോ? ഓ ഇന്നലല്ലേ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ CCTV ഒന്ന് പരിശോധിക്കണം. ആ CCTVയുടെ മോണിറ്റർ എന്റെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? തന്നോട് ചോദിക്കണോ? പറ്റുമോ സാർ? CCTV 2 ദിവസമായിട്ട് പ്രശ്നം സാർ. സർവീസിന് ആളെ ഞാൻ വിട്ടിട്ടുണ്ട്, ഇന്ന് ശരിയാക്കാം സാർ. എന്താണോ താൻ പറയണത്? ഒക്കെ അടിച്ചു പോയോ? അതിൽ വല്ലതും കാണാൻ പറ്റുമോ എനിക്ക്? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓഫാവുണ്ട്, കുറച്ചൊരു ഫ്ലിക്കർ ഉണ്ട് സാർ. എന്ത് തേങ്ങയിലാവട്ടെ, താൻ ഉള്ളത് കാണിക്കാൻ എനിക്ക്. ശരി സാർ. ഈ പയ്യനല്ലേ നിങ്ങൾ കണ്ടത്? അതെ സാർ, അതെ. യമഹയുടെ വണ്ടികൾക്കൊന്നും നല്ല ഡിമാൻഡ് ഉള്ളതാ. ആരായാലും ഒന്ന് അടിച്ചു മാറ്റാൻ തോന്നും. നിങ്ങൾക്കൊക്കെ ഒരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ ഞാൻ പിടിച്ച് എല്ലാറ്റിനും പിടിച്ച് പുറത്താക്കും. ഞാൻ ഏതായാലും സെക്യൂരിറ്റി ആയിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ഞാനൊരു തീരുമാനം എടുക്കാം. നിങ്ങൾ പോയിക്കോ. ഇവിടെ താൻ വിവരം അറിഞ്ഞില്ലേ? അറിഞ്ഞു സാറേ. എനിക്ക് തന്നോടാ സംശയം. അയ്യോ സാറേ, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനോട് ഇന്നലെ താൻ ലീവ് എടുത്തത്? ഇന്നലെ മോന് സുഖമില്ലാത്തോണ്ട് അവന് വേണ്ടി ലീവ് എടുത്താണ്. എടോ, ഷോറൂമിന്റെ ഒരു ചാവി എപ്പോഴും തന്റെ കയ്യിലാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. സാറേ, ഒരു ചാവി എന്റെ കയ്യിലുണ്ട്, വേറെ ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഉണ്ട്. എടോ, താൻ 10-15 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ? തന്നോട് എനിക്ക് വലിയൊരു അഭിമാനം ഉണ്ടായിരുന്നു. താൻ അതൊക്കെ കളഞ്ഞു. സാറേ, എനിക്കൊരു അറിവില്ലാത്ത കാര്യം സാർ എന്നോട് അങ്ങനെ പറയരുത്. എടോ, കാണാതായ ഫാസിനോ വണ്ടി ഹൈബ്രിഡ് വണ്ടിയാണ്. ഹൈബ്രിഡ്. എനിക്കൊന്നും അറിയണ്ട, അടുത്ത 48 മണിക്കൂറിനുള്ളിൽ വണ്ടി ഇവിടെ എത്തിക്കണം. സാറേ, എന്റെ മുമ്പിൽ നാടകം കളിക്കാതെ മര്യാദയ്ക്ക് കുറ്റം സമ്മതിക്കുക നല്ലത്. തന്റെ എക്സ്പീരിയൻസ് ഓർത്തിട്ടാണ് ഞാനിത് പോലീസിന്റെ അടുത്ത് അറിയിക്കാത്തത്. താനിപ്പോ പോയിക്കോ, എനിക്ക് സത്യാവസ്ഥ അറിയണം. എന്താ പെട്ടെന്ന് അറിയോ? ഇച്ചിരി തിരക്കില്ല. പോടാ, നീ ചുമ്മാ പറയാ. നിനക്ക് കപ്പലണ്ടി വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചിരണം. എന്നിട്ടിപ്പോ ഞാൻ പറഞ്ഞ സാധനം നീ എനിക്ക് മേടിച്ചിടാൻ പോണേ, ദരിദ്രവാസി. എനിക്കിപ്പോഴും വിശ്വാസമൊന്നുമില്ല. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. പിന്നെ തമാശയ്ക്ക് വന്ന ബ്രേക്കപ്പ് ഉണ്ടല്ലോ, ഞാൻ നടപ്പിലാക്കും. കണ്ടാ കിടിലൻ ഫാഷനാ എന്റെ പ്രിയ കാമുകിക്ക്. കിലോന് 50 രൂപ. കിലോക്കാ? അല്ല, ലിറ്ററിന് 80 കിലോമീറ്റർ. എല്ലാ കളറിലും, പച്ച, മഞ്ഞ, നാരങ്ങ, എല്ലാം. ഒന്ന് കറങ്ങിയാലോ? കറക്കൊക്കെ നിൽക്കട്ടെ, പക്ഷേ ഇത് എവിടെ സംഘടിപ്പിച്ചു? അത് കട്ടിട്ടാണല്ലോ നീ ആവശ്യപ്പെട്ടെങ്കിൽ ഞാൻ കൊണ്ടുവരണ്ടേ? എന്നാ ഞാൻ ഓടിക്കാം. എടാ, ശരിക്കും ഇത് മേടിച്ചോ? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? എന്താ സംഭവം? പ്രശ്നമായില്ലേ? പക്ഷെ എനിക്കറിയാം നിങ്ങളത് ചെയ്തിട്ടുണ്ടാവില്ല. സമയദോഷം. അല്ല, നിങ്ങളല്ലേ ഇവിടുത്തെ CCTVയുടെ ക്യാമറ ഒക്കെ നോക്കണം, എനിക്ക് അതൊന്ന് കാണാൻ പറ്റും. അതിനെന്താ കാണിച്ചു തരാലോ? എന്താ? എന്റെ പയ്യനാണ്, എന്റെ മോനാണ്. എന്താ പറയുന്നത്? മകനോ? ഒരുപാടായാലോ? ഇന്നലെ രാത്രി വിളിച്ചിട്ട് കിട്ടുന്നില്ല, എങ്ങോട്ടാ പോയിന്നല്ല. ഇന്നലെ അവൻ വീട്ടിലുണ്ടായിരുന്നില്ല. പ്രശ്നമായോ? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മുതലാളിയോട് വിവരം പറയാൻ പോകും. മകൻ വണ്ടി കട്ടുണ്ടോ എന്ന് പറയണോ? നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? മുതലാളി പിടിച്ച് 2-നെ അകത്തിടും. ഇപ്പൊ നിങ്ങളും ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. സംഗതി വഷളാക്കാതെ സുമരട്ടൻ വീട്ടിൽ പോകും.
അതല്ല മുതലാളിയോട് വിവരം പറയാം. വേണ്ടാന്നേ. അല്ല വേണം വേണ്ടാന്നേ. വേറെ വണ്ടി എടുത്തുകൊണ്ട് പോയ ആളെ പിടിച്ചിരിക്കുന്നു. ഇരിക്കടോ, ആളകത്താക്കണ്ടേ നമുക്ക്? ആ അകത്താക്കണം. ആരാ ആള്? ഇടോ, ആളാരാന്ന്? എൻ്റെ മോനെ. അച്ഛനും മകനും കൂടിയുള്ള ഒത്തുകളി അത്. വിളിക്കടോ അവനെ. സാറേ ഞാൻ ഫോൺ വിളിച്ചോട്ടെ. എന്ത് കുന്തെങ്കിലും ചെയ്യും, ഇപ്പൊ എത്തണം ഇവിടെ. ഹലോ എടാ, നീ എവിടെയുള്ളത്? ആ നീ ഒന്ന് പെട്ടെന്ന് ഇവിടെ വരണം. ആ നിന്റെ മുതലാളിക്കൊന്ന് കാണണം. എടാ നീ ഇപ്പോൾ വന്നില്ല എന്ന് വെച്ചപ്പോൾ നിന്റെ അച്ഛനോട് നീ ജീവനോടെ കാണില്ല. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? സാറേ അവനിപ്പോഴും ഒരു കുട്ടിക്കളിയല്ല. അവൻ മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവനെ കൗൺസിലിങ്ങിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനന്ന് ലീവ് എടുത്തത്. എന്താ അച്ഛനെ വിളിച്ച? ഇയാളാരാ? ഹായ് ബ്രോ. ഇവനാണോ എൻ്റെ മകൻ? ഇവിടെ താൻ ചെയ്ത് ശരിയാണോ? പ്രശ്നം എന്താ ബ്രോ? തൻ്റെ ബ്രോ എന്നുള്ള വിളി നിർത്ത്. നീ ആരോട് ചോദിച്ചാൽ വണ്ടി എടുത്തിട്ട് പോയത്? എൻ്റെ ചക്കരയ്ക്ക് ഫാഷനോടെ വണ്ടി ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ അവളെ റൈഡിൽ കൊണ്ടുവന്ന് വിചാരിച്ചു. അതിനിപ്പോൾ എന്താ കുഴപ്പം? അച്ഛനിവിടെ വർക്ക് ചെയ്യല്ലേ, ഇപ്പം എടുത്തോണ്ട് പോകാലോ. ഒരു ദിവസം മൊത്തം അവളെ കറക്കി. അതിനിപ്പോൾ എന്താ കുറ്റം? എന്താ? നിന്റെ അച്ഛനാണോ കൊടുത്തു മുതലാളി, അതോ ഞാനോ? ആർക്കറിയാം. എനിക്ക് വേണ്ട ഫാഷനോ അത് എന്നെ കൊണ്ട് വിചാരിച്ചാൽ വാങ്ങാൻ പറ്റൂല. എൻ്റെ അച്ഛൻ ചെയ്യുന്ന ജോലി കൊണ്ട് അത് എന്തായാലും നടക്കൂല. എൻ്റെ ചക്കര ഒരു കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നടത്തി കൊടുക്കണ്ടേ? അപ്പോൾ വണ്ടി ഞാൻ പുറത്ത് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാറേ. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞില്ലേ? താൻ പറഞ്ഞ പോലെ ഒന്നല്ലല്ലോ തൻ്റെ മോൻ. ആള് ഭയങ്കര സ്വാണ്ടാവുള്ളൂ. നീ വന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ ജയിലിൽ പോയേനെ. നിന്റെ അച്ഛനോട് എനിക്കൊരു ബഹുമാനമുണ്ട്. പിന്നെ നീ ഒരു വണ്ടി ആവശ്യപ്പെട്ടിരുന്നോ? അതിന് വേണ്ടി അച്ഛൻ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ വെച്ച് നീട്ടാതെ ഈ ഫാഷന് വേണ്ടി നിന്റെ അച്ഛന് കൊടുക്കാൻ തീരുമാനിച്ചു. അത് നനക്ക് തരണോ വേണ്ടെന്നുള്ളത് അച്ഛൻ തീരുമാനിക്കും. മനസ്സിലായോ? തൽക്കാലം രണ്ടുപേരും കൂടെ പോകും. സാറേ കൺഗ്രാറ്റുലേഷൻസ്.